തുർക്കിയിലെ സ്കൂളിൽ 9 പേരെ വെടിവെച്ചു കൊന്ന് 14-കാരൻ ആത്മഹത്യ ചെയ്തു. 8 വിദ്യാർത്ഥികളും അധ്യാപകനുമാണ് കൊല്ലപ്പെട്ടത്. 13 പേർക്ക് പരിക്കേറ്റു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ചൊവ്വാഴ്ചയും തുർക്കിയിൽ സമാന രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു. വിവരങ്ങളുമായി ഐസൻ ഒപ്പം ചേരുന്നു. ഐസൻ, നമ്മൾ സാധാരണ അമേരിക്കയിലെ സ്കൂളുകളിൽ നിന്ന് ഇത്തരം വാർത്തകൾ കേൾക്കാറുണ്ട്. തുർക്കിയിൽ കഴിഞ്ഞ ദിവസം സമാനമായൊരു സംഭവം നടന്നു. ഇന്നിപ്പോൾ അധ്യാപകനടക്കം 9 പേരെ വെടിവെച്ചു കൊന്ന ശേഷം 14 വയസ്സുകാരൻ, ഒരു കൗമാരക്കാരനാണ് ആത്മഹത്യ ചെയ്യുന്നത്. വിവരങ്ങൾ. പക്ഷേ തീർച്ചയായും നേരത്തെ യുഎസിലും മറ്റുമുള്ള ആയുധ നിയമങ്ങളുടെ പരിമിതി മൂലം പല രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ടർക്കിയിലൊന്നും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല. മാത്രമല്ല, ആയുധ നിയമങ്ങളൊക്കെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കർശനമായി തന്നെ നടപ്പാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ടർക്കി. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമായാണ് ഉണ്ടാകുന്നത്. 2 ദിവസത്തിനുള്ളിൽ 2 സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവുകയായിരുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സമാന സംഭവങ്ങൾ ആവർത്തിച്ചു. ചൊവ്വാഴ്ചയിൽ സമാന രീതിയിൽ ഒരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ ആ സ്കൂളിൽ നിന്നും പഠിച്ച് പുറത്തുപോയ കുട്ടിയാണ് തിരിച്ചെത്തി ആക്രമണം നടത്തിയത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 പേർ മരിക്കുകയും 8 വിദ്യാർത്ഥികൾ മരിക്കുകയും ഒരു അധ്യാപകനും മരിക്കുകയും ചെയ്തിരുന്നു. ആ ആക്രമണത്തിൽ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. 14-കാരനാണ് ആക്രമണം നടത്തിയത്. ബുധനാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം ആ കുട്ടി സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു എന്ന് മേഖലയിലെ ഗവർണർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആക്രമണം നടത്താൻ ഉപയോഗിച്ച തോക്കുകളും 4-5 ആയുധങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും ആ കുട്ടിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു എന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേൽക്കുകയും 16 പേർക്ക് കുറേയൊക്കെ ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും നടന്ന തുർക്കിയിലെ സ്കൂളിൽ 9 പേരെ വെടിവെച്ചു കൊന്ന് 14-കാരൻ ആത്മഹത്യ ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.